അപ്പോൾ നമ്മളിന്ന് പല്ലിയെ തുരത്താൻ വേണ്ടി കറുകപ്പട്ട, അതായത് ഈ കുപ്പിക്ക് ഒരു കുപ്പി വെള്ളവും 1/2 ഗ്ലാസ് വെള്ളവും എക്സ്ട്രാ നമ്മൾ വെച്ചിട്ടുണ്ട്. അപ്പോൾ നമ്മൾ ഉപയോഗിക്കാത്ത ഒരു പാത്രം, അതിലാണ് നമ്മൾ ചെയ്യാൻ പോകുന്നത്. അപ്പോൾ ഇതിനകത്ത് നമ്മൾ മാക്സിമം ഒരു കുപ്പി വെള്ളവും എക്സ്ട്രാ 1/2 ഗ്ലാസ് വെള്ളവും കൂടെ ഇതിനകത്ത് വെച്ചിട്ട് കറുകപ്പട്ട നമ്മൾ ഇടുകയാണ്. ഇത്രയും മതി. ഇത്രയും കറുകപ്പട്ട ഇട്ടു. 4-5 ഗ്രാമ്പു ഇത് ഇട്ട്. ഇനി നമുക്കിതിൽ വേണ്ടത് വിനാഗിരി. പിന്നെ ഇപ്പം നമ്മൾ ഇതിന് ഒരു കുപ്പി നിറച്ച് വെള്ളം എടുത്ത് നമ്മൾ ഇതിലാണ് സ്പ്രേ ചെയ്യുന്നത്. അപ്പോൾ നമ്മൾ അതിനൊരു കുപ്പി വെള്ളം ഒഴിച്ച് പിന്നെ ഒരു 1/2 ഗ്ലാസ് വെള്ളം കൂടെ എക്സ്ട്രാ ഒഴിച്ചിട്ടുണ്ട്. ഒഴിച്ചതിന് ശേഷം നമ്മൾ വീട്ടിൽ ഉപയോഗശൂന്യമായ ഒരു പാത്രമാണ് ഞാൻ എടുത്തിരിക്കുന്നത്, അത് മതി നമുക്ക്. അപ്പോൾ ഇതിനകത്ത് നമ്മൾ കറുകപ്പട്ട അതിനകത്ത് ഇട്ട് കൊടുത്തു. അടുത്ത് നമ്മൾ ഒരു 3-4 ഗ്രാമ്പു അത് നമ്മൾ അതിനകത്ത് ആഡ് ചെയ്ത്. ഇനി നമുക്ക് തിളച്ചതിന് ശേഷം തിളപ്പിക്കണം, നല്ലപോലെ തിളപ്പിച്ചതിന് ശേഷം ഒരു 5-10 മിനിറ്റ് എക്സ്ട്രാ തിളപ്പിക്കണം. തിളപ്പിച്ചെടുക്കുക. അത് കഴിഞ്ഞിട്ട് നമ്മൾ ഇതിനകത്ത് ആഡ് ചെയ്യുന്നത് വിക്സ്. ഇത് നമ്മൾ ഫുള്ള് ഉപയോഗിക്കും, ഒരു പുതിയ വിക്സാണ്, അത് ഫുള്ള് ഉപയോഗിക്കും. പിന്നെ നമ്മൾ വിനാഗിരി, ഇത് രണ്ടും നമ്മൾ ഇതിനകത്ത് ആഡ് ചെയ്ത് കൊടുക്കുന്നതായിരിക്കും. ആദ്യം നമുക്കിത് തിളപ്പിച്ച് കൊണ്ടുവരാം. നമ്മളിത് കറുകപ്പട്ടയും ഗ്രാമ്പുവും നല്ലതുപോലെ തിളച്ച് ഇനി നമ്മളൊരു 10 മിനിറ്റ് ഇതേപോലെ തിളപ്പിക്കും. 10 മിനിറ്റ്. അപ്പോൾ ഇതിൻ്റെ സത്തെല്ലാം ഇറങ്ങി നല്ല സ്മെല്ലായി ഇപ്പം വന്നുകൊണ്ടിരിക്കുന്നതാണ്. അപ്പോൾ ഒരു 10 മിനിറ്റും കൂടെ വെച്ചതിന് ശേഷം നമ്മളിത് എടുക്കും. നല്ലതുപോലെ തിളപ്പിച്ച് കൊണ്ടുവന്നിട്ടുണ്ട്. ഇനി നമ്മൾ കുറച്ച് എടുത്ത് ഇതിനകത്തോട്ട് ആഡ് ചെയ്യുകയാണ്. ബാക്കി നമ്മൾ തണുക്കാൻ വയ്ക്കുകയാണ്. ഇതുമെല്ലാം തണുക്കണം. തണുത്തിട്ട് അപ്പം ഇത് കഴിഞ്ഞിട്ട് നമ്മൾ ഈ ഒരു ഫുള്ള് ബോട്ടിൽ വിക്സ് നമ്മൾ ഇതിനകത്ത് ആഡ് ചെയ്യുകയാണ്. ഞാൻ എടുത്ത പാത്രമെല്ലാം വീട്ടിൽ ഉപയോഗശൂന്യമായ പാത്രങ്ങളാണ്. അപ്പോൾ അതിനകത്താണ് നമ്മളിതെല്ലാം ആഡ് ചെയ്ത് കൊടുക്കുന്നത്. നമ്മൾ വിക്സ് നമ്മൾ ആഡ് ചെയ്ത് കൊടുത്തിട്ടുണ്ട്. ഇതിപ്പം ചൂടുണ്ട്. ചൂട് കഴിഞ്ഞതിന് ശേഷം നമ്മളിത് മിക്സ് ചെയ്യും. വിനാഗിരിയും കൂടെ ഒഴിച്ച് നമ്മളതെല്ലാം ഇതിനകത്ത് മിക്സ് ചെയ്ത് നമ്മളിതിനകത്ത് നിറയ്ക്കുന്നതായിരിക്കും. അപ്പോൾ നമ്മളുടെ ഇതെല്ലാം തണുത്തു. ഇനി നമ്മളിതിനകത്ത് വിനാഗിരി ആഡ് ചെയ്ത് കൊടുക്കുക. ഇതേപോലെ വലിയ സ്പൂൺ എടുത്തിട്ട് രണ്ട് സ്പൂൺ ആഡ് ചെയ്തു. അത് കഴിഞ്ഞിട്ട് നമ്മൾ ബാക്കി ഈ വെള്ളം അതിലൊഴിക്കുകയാണ്. ഇനി നമ്മൾ ഒഴിച്ചു കൊടുക്കുകയാണ്. അപ്പോൾ ഇത് തയ്യാറായി. ഇനി നമുക്ക് ചെടിയൊക്കെ
ഇത് ഉപയോഗിക്കാം. നമ്മളത് കാണിച്ചു തരാം ചെടിക്ക് ഉപയോഗിക്കുന്നത് എങ്ങനെയാണോ. മുളക് ചെടിയാണ്, നമുക്ക് ഇതിനെല്ലാം അടിക്കാം. ഇതിനടിക്കാം. പല്ലി, പാറ്റ എന്തുണ്ടെങ്കിലും നമ്മളിത് അടിച്ചു കൊടുത്താൽ ഈ പ്രാണികളെല്ലാം പോകും. ഒരു പ്രാണിയും നിൽക്കത്തില്ല. കണ്ട, നമ്മളിത് അടിച്ചു കൊടുക്കുകയാണ് ഇതിന്. ഇതിനെല്ലാം നമ്മൾ പല്ലികളില്ല. നമ്മൾ ഈ മരുന്ന് ഉപയോഗിക്കുന്ന കാരണം എല്ലാം പോയിട്ടുണ്ട്. അപ്പോൾ ഇനി വേറെ പല്ലി എല്ലാം ഓടിപ്പോകുന്നുണ്ട് ഇത് ഉപയോഗിക്കുമ്പോൾ. നമ്മളിത് വീഡിയോ വൈൻഡപ്പ് ചെയ്യുകയാണ്. എല്ലാവരും സബ്സ്ക്രൈബ് ചെയ്ത് ലൈക്ക് ചെയ്യണമെന്ന് പറഞ്ഞുകൊണ്ട് വീഡിയോ വൈൻഡപ്പ്.